നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഒരു സൂപ്പർബ് വേൾഡ് കപ്പ് ക്ലാസിക് എന്നൊക്കെ പറയാവുന്ന പോരാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടത്. മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം 3-2 വിജയിച്ച് കയറിയിരിക്കുന്നു ഇംഗ്ലണ്ട്. അവസാന നിമിഷം വരെ മെക്സിക്കോ ശ്രമിച്ചു കളി 3-3 പക്ഷേ സമ്മതിച്ചില്ല ഇംഗ്ലണ്ട്. 10 പേരെ വെച്ച് അവർ കളി പിടിച്ചെടുത്തു. 3-2 വിജയത്തോടു കൂടി ഇതാ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇംഗ്ലണ്ട് കടന്നുപോയിരിക്കുന്നു. നോർവേയാണ് ക്വാർട്ടർ ഫൈനലിലെ അവരുടെ എതിരാളികൾ. മത്സരത്തിൽ 2 മിനിറ്റിനിടയ്ക്ക് ഇരട്ട ഗോളുകൾ അടിച്ച് കയറ്റിക്കൊണ്ട് ജൂഡ് ബെല്ലിംഗാമാണ് ഇംഗ്ലണ്ടിനെ അനുകൂലമാക്കി കാര്യങ്ങൾ മാറ്റിയത്. പക്ഷേ പിന്നാലെ ക്വിനോനസിൻ്റെ ഗോളും ഹിമനസിൻ്റെ ഗോളും ഒക്കെ വന്നു. ഹാരി കെയ്ൻ്റെ കാര്യമാണ്. അദ്ദേഹം പെനാൽറ്റി കൺവേർട്ട് ചെയ്തു ഇംഗ്ലണ്ടിന് വേണ്ടി, മറ്റൊരു പെനാൽറ്റി കൺസീഡ് ചെയ്യുകയും ചെയ്തു. വേൾഡ് കപ്പിൽ അത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആദ്യമായിട്ടാണ്. ക്വൻസക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നു 54-ാമത്തെ മിനിറ്റിൽ. അവിടെ മുതൽ അരമണിക്കൂറിലധികം നേരം 10 പേരെ വെച്ച് കളിച്ചിട്ടാണ് ഇംഗ്ലണ്ട് ഈ മത്സരം വിജയിച്ച് കയറിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ മത്സരത്തിൽ കിടിലൻ പോരാട്ടം തന്നെ മെക്സിക്കോ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ വിജയത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയാതെ പോയി. മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹാരി കെയ്നും ബുക്കായോ സാക്കയും ജൂഡ് ബെല്ലിംഗാമും ആന്റണി ഗോർഡനും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് റൗൾ ഹിമനസും അൽവരാഡോയും ക്വിനോനസും ഒക്കെ ചേർന്നുകൊണ്ടാണ് മെക്സിക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 36-ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാം തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തി. 2 മിനിറ്റിനകം അദ്ദേഹം രണ്ടാമത്തെ ഗോൾ കൂടി കണ്ടെത്തിയപ്പോൾ മെക്സിക്കോ പുറകിലായിപ്പോയി. പക്ഷേ അങ്ങനെ അങ്ങ് തോൽക്കാൻ തയ്യാറല്ലാത്ത മെക്സിക്കോ ക്വിനോനസിലൂടെ 42-ാമത്തെ മിനിറ്റിൽ ഒരു ഗോളും മടക്കി. ഇടവേള സമയത്ത് മത്സരം 2-1 ഇംഗ്ലണ്ട് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കവേ 60-ാമത്തെ മിനിറ്റിലാണ് പെനാൽറ്റിയിലൂടെ ഹാരി കെയ്ൻ 3-1 എന്ന രൂപത്തിലേക്ക് കളി മാറ്റുന്നത്. പക്ഷേ അതേ ഹാരി കെയ്ൻ തന്നെ കൺസിഡർ ചെയ്ത പെനാൽറ്റി റൗൾ ഹിമനസ് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് 69-ാമത്തെ മിനിറ്റിൽ മത്സരം 2-3 എന്ന രൂപത്തിലായി. അതോടുകൂടി 10 പേരായിട്ട് 54-ാമത്തെ മിനിറ്റ് മുതൽ ചുരുങ്ങിപ്പോയ ഇംഗ്ലണ്ട് ഒരു വല്ലാത്ത പോരാട്ടം നടത്തേണ്ടി വന്നു. കാരണം ആ ഒരു ഗോള് മടക്കാനുള്ള മെക്സിക്കോയുടെ നിരന്തര ശ്രമമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇംഗ്ലണ്ട് ചെറുത്തു നിന്നു. 2-3 വിജയിച്ചുകൊണ്ട് അവരിതാ മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു വേൾഡ് കപ്പ് ക്ലാസിക് എന്ന് പറയാവുന്ന കളി കണ്ട സന്തോഷത്തിലാണ് ആരാധകരുള്ളത്. ഇംഗ്ലണ്ടിൻ്റെ അടുത്ത മത്സരം അത് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് നോർവേക്കെതിരെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.